ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പോൺസീവ് ഡിസൈനും അഡാപ്റ്റീവ് ഡിസൈനും തമ്മിലുള്ള വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡിസൈനിങ് ഇൻഡസ്ട്രിയിലുള്ള UI ഡിസൈനേഴ്സ് ആയാലും UX ഡിസൈനേഴ്സ് ആയാലും ഒക്കെ തന്നെ ഈ വാക്കുകൾ വളരെ സുലഭമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഗ്രാഫിക് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ UI ഡിസൈനിങ്ങിൽ തുടക്കക്കാർക്കും ഒക്കെ തന്നെ റെസ്പോൺസീവ് ഡിസൈൻ എന്താണെന്നും അഡാപ്റ്റീവ് ഡിസൈൻ എന്താണെന്നൊക്കെ ഉള്ളത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിൽ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ. അപ്പോൾ ഈ റെസ്പോൺസീവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ, ഒരു വെബ്സൈറ്റിന് നമ്മളൊരു രൂപകൽപ്പന കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 വർഷമായിട്ട് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മുടെ ഒരു വെബ്സൈറ്റ് പണ്ടൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിലേക്ക് പോവുക, നേരെ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുക, അതിനുശേഷം അതിനെടുത്ത് HTML ചെയ്യുക. അപ്പോൾ അന്നൊക്കെ HTML ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ HTML ചെയ്യുന്നത്, അതായത് TD/TR എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു കാലഘട്ടം. അപ്പോൾ അത്തരത്തിൽ HTML ചെയ്ത് നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഒരു പ്രോഗ്രാമേഴ്സിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസൈനറുടെ ഏകദേശം റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു. അതായത് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്നു, അത് നമ്മൾ HTML ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 2010 കൂടി റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു വാക്ക് രംഗത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു വാക്ക് അന്നത്തെ കാലത്ത് പഠിച്ചെടുത്തുകൊണ്ട് എങ്ങനെയാണ് അത് എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ത്വര ഉണ്ടായി വരുന്ന സമയത്താണ് നമ്മുടെ റെസ്പോൺസീവിന്റെ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഏറ്റവും നല്ലൊരു ഹീറോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബൂട്ട് സ്ട്രാപ്പിന്റെ കടന്നുവരകം. ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത് 2010 ട്വിറ്റർ ബ്ലൂ പ്രിന്റ് എന്ന പേരിലായിരുന്നു ഇറങ്ങിയിരുന്നത്. ഏകദേശം ഒരു 2011 വിട്ട് ഒരു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ബ്ലൂ പ്രിന്റ് എന്നുള്ളത് നേരെ ബൂട്ട് സ്ട്രാപ്പ് എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ബൂട്ട് സ്ട്രാപ്പിന്റെ കാര്യം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നും ഇന്നും ഒക്കെ തന്നെ റെസ്പോൺസീവ് ഡിസൈൻസുകൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ, ഈ ഫ്രണ്ട് എൻഡ് കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അവയർനെസ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ബൂട്ട് സ്ട്രാപ്പ് എന്താണെന്നും വെബ്സൈറ്റ് ഡിസൈനിങ്ങിലെ റെസ്പോൺസീവ് ഡിസൈനിന്റെ പങ്ക് എന്താണെന്നും എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ വെബ്സൈറ്റ് ഡിസൈൻസുകൾക്കും അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഡെവലപ്മെന്റ് സൈഡിൽ ഉണ്ടാകാവുന്ന എഫേർട്ടുകൾ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഡിസൈൻ ക്വാളിറ്റിയെ ഒരുപാട് വർദ്ധിപ്പിക്കും. ഓക്കെ. എനിവേ 2010-2011 കാലഘട്ടത്തിൽ ഈ ഒരു വാക്കുകൾ വളരെയേറെ ബൂം ചെയ്തു വന്നു. അപ്പോൾ ഈ ഒരു റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്നതും അഡാപ്റ്റീവ് ഡിസൈൻ എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഒരു നിരന്തരമായിട്ടുള്ള വാക്കുകളായിട്ട് മാറി. അവസാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടേബിൾ ഫോർമാറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ ഇതിലേക്ക് മാറ്റാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഒരുപാട് രാത്രികൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇത് പഠിച്ചതൊക്കെ ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുകയാണ്. അപ്പോൾ കാരണം എന്താണ് ഇതൊക്കെ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആയിരുന്നാൽ മാത്രമേ ഒരു വെബ് ഇൻഡസ്ട്രിയിൽ, അതായത് നമ്മൾ നിൽക്കുന്ന ഒരു ഇന്റർനെറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസുകൾക്കും ആ ഒരു ഇന്റർനെറ്റ് ലോകവുമായിട്ട് ഒരു ടച്ച് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് പല ഡിസൈനേഴ്സും ഇത്തരത്തിലുള്ള അതിന്റെ ഫ്രണ്ട് എൻഡിന്റെ കാര്യങ്ങളോ അതിന്റെ HTML-ുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ പല കമ്പനികളിലും ഫ്രണ്ട് എൻഡിനെ കുറിച്ച് ചോദിക്കുന്നില്ല, എല്ലാം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസൈൻ മാത്രം ചെയ്താൽ മതി. എന്നിരുന്നാലും ഓർക്കുക, നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഇന്റർനെറ്റ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനോടൊപ്പം തന്നെ കുറച്ച് ഫ്രണ്ട് എൻഡ് കാര്യങ്ങൾ കൂടെയൊക്കെ നോളജ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ഡിസൈൻസിനെയൊക്കെ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും. എനിവേ, നമ്മൾ ഈ ഒരു 2010-11 കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളും റെസ്പോൺസീവ് ആയിരിക്കണം എന്ന ഒരു വ്യവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങി. അതായത് റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് കണ്ടന്റ് ഈസ് ലൈക്ക് എ വാട്ടർ എന്ന് പറയുന്നൊരു പ്രയോഗമാണ്. അതായത് നമ്മുടെ വെള്ളത്തിന്റെ ഷേപ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണോ വെള്ളം ഒഴിക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും ആ വെള്ളത്തിന്. അതുപോലെ തന്നെയാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു വെബ്സൈറ്റിലേക്ക് കുറച്ച് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കണ്ടന്റുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ടാബ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ടാബ്ലറ്റിന്റെ സൈസിലേക്ക് മാറണം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൊബൈലിന്റെ സൈസിലേക്ക് മാറ്റണം. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറണം. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അതിന്റെ സൈസിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിലേക്ക് ഫിറ്റ് ആക്കി കാണിക്കുന്ന ഒരു ഡിസൈൻ സമ്പ്രദായമാണ് റെസ്പോൺസീവ് ഡിസൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വെബ്സൈറ്റുകളും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന സൈറ്റ് അത് റെസ്പോൺസീവ് ആയിരിക്കണമോ അതോ അഡാപ്റ്റീവ് ആയിരിക്കണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡിസൈൻ ചെയ്യാൻ തുടങ്ങുക.
അല്ലാതെ ജസ്റ്റ് ഒരു ക്യാൻവാസ് എടുക്കുക, ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്യുക, അതെന്തായി മാറും, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നറിയാതെ ജസ്റ്റ് ഒരു ഡിസൈൻ എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രം ചെയ്യാതെ അതിന്റെ നെക്സ്റ്റ് ലെവലായ അതിന്റെ ഡെവലപ്മെന്റ് സൈഡിലെ അതിന്റെ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് സാധ്യതകൾ ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈൻസുകൾ വീണ്ടും വീണ്ടും ഒരുപാട് മെച്ചപ്പെട്ടതായി മാറും. ഓക്കെ, അപ്പോൾ എനിവേ റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ പറയാണ്, നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ ഒരു വലിയ ബ്രൗസറിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്നതിനോടൊപ്പം അതേപോലെ തന്നെ സെയിം ലേഔട്ട് സെയിം കണ്ടന്റുകൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ വന്നാലും അതേ ഫീലിലൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് റീസൈസ് ആവണം. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടാബ്ലറ്റിൽ എടുത്താൽ ടാബ്ലറ്റിലേക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് സൈസ് മാറി അതിലേക്ക് ഫിറ്റ് ആവണം. അതിനുശേഷം നിങ്ങൾ അത് നിങ്ങളുടെ മൊബൈലിലേക്ക് എടുക്കുകയാണെങ്കിൽ അവിടുന്ന് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫിറ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഫിറ്റ് ആവണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് സൈഡിലൂടെ പറയുകയാണെങ്കിൽ കുറെ മീഡിയ കുറിയുടെയും മറ്റു ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ തൽക്കാലം അത്രത്തോളം അഗാധമായിട്ട് ഇറങ്ങി ചെന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു ഉദാഹരണം കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ബ്രൗസറിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് റീസൈസ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. നോക്കുക, അതിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാനർ, അതിൻ്റെ ടെക്സ്റ്റുകൾ, അതിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ഒരു റീസൈസിങ് ഒരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സൈസ് മാറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് മാറി അതിന്റെ ഇമേജ്, അതിന്റെ ടെക്സ്റ്റ്, അതിന്റെ ഓരോ പ്ലേസ്മെന്റ്സ് എലമെന്റ്സുകളും മാറി മാറി ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിസൈനിനെ തന്നെ നിങ്ങളുടെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമിൽ അതേ ഡിസൈനിന്റെ പല തരത്തിലുള്ള രൂപം ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റി നിങ്ങൾക്ക് വളരെ ഫിറ്റ് ആകുന്ന രീതിയിൽ കാണിക്കുന്ന ഈ ഒരു മെത്തേഡിനെ നമുക്ക് മൊത്തത്തിൽ റെസ്പോൺസീവ് ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസീവ് വെബ്സൈറ്റ് ഡിസൈൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസുകൾ റെസ്പോൺസീവ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഒബേ ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു മാറ്റം ഓട്ടോമാറ്റിക്കായിട്ട് വരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ലേഔട്ടാണ് നിങ്ങളുടെ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസീവ് ഡിസൈൻ എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കൂടുതലായിട്ടുള്ള വിശദങ്ങളും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തൊക്കെ കൂടുതലായിട്ട് പഠിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് നോളജ് തരിക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എനിവേ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ചെയ്തു, അതിനെ നിങ്ങളൊരു റെസ്പോൺസീവ് ബിഹേവിയർ ആയിട്ട് പല ഡിവൈസിലും ഓരോ ഡിസൈനിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിറ്റ് ചെയ്ത് കാണിക്കുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലേഔട്ടിനെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ റെസ്പോൺസീവ് ഡിസൈൻ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തായിട്ട് നമ്മൾ അഡാപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ അഡാപ്റ്റീവ് ഡിസൈൻ 2011 നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. എന്താണ് അഡാപ്റ്റീവ് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വെബ്സൈറ്റിന് വേണ്ടി നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ റെസൊല്യൂഷനിൽ നിങ്ങളൊരു ഡിസൈൻ ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് അടുത്ത നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്നും നിങ്ങളുടെ ലാപ്ടോപ്പിലോട്ടും, ലാപ്ടോപ്പിൽ നിന്നും നിങ്ങളുടെ ടാബ്ലറ്റിലോട്ടും, ടാബ്ലറ്റിൽ നിന്നും ഫോണിലേക്കും റീസൈസ് ആവുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ ഓരോ ഡിവൈസിനും, അതായത് ഇപ്പോൾ ടാബ്ലറ്റ് ആണെങ്കിൽ ടാബ്ലറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മൊബൈൽ ആണെങ്കിൽ മൊബൈല്, ഇത്തരത്തിൽ ഓരോ പ്ലാറ്റ്ഫോമിനും വേണ്ടി നിങ്ങളുടെ ഡിസൈൻസുകൾ പ്രത്യേകം ചെയ്യുന്നു എന്നിരിക്കുക. നിങ്ങൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴും നിങ്ങളുടെ ആ ഒരു ലേഔട്ട് ആയിരിക്കും അവിടെ ലോഡ് ആകുന്നത്. അതായത് നിങ്ങളിപ്പം ഒരു വലിയൊരു ഡെസ്ക്ടോപ്പിലാണ് നിങ്ങളുടെ വെബ്സൈറ്റ് കാണുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ ചെയ്ത ലേഔട്ട് ആയിരിക്കും അവിടെ ലോഡ് ചെയ്യുന്നത്. അതല്ല, അതേ വെബ്സൈറ്റ് നിങ്ങൾ നിങ്ങളുടെ ടാബ്ലറ്റിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ടാബ്ലറ്റിൽ അതിനുവേണ്ടി മാത്രം, ആ ഒരു ഏരിയയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ ആയിരിക്കും നിങ്ങൾ അവിടെ കാണുന്നത്. അതല്ല, അതേ വെബ്സൈറ്റ് നിങ്ങൾ നിങ്ങളുടെ ഫോണിലാണ് ലോഡ് ചെയ്ത് കാണുന്നതെങ്കിൽ ആ ഫോണിന്റെ റെസൊല്യൂഷനിൽ ഫോണിന് വേണ്ടി, ഫോണിന് അനുവാദികമായ രീതിയിൽ പ്രത്യേക ഒരു ഡിസൈൻ ചെയ്തിരിക്കും. അതായിരിക്കും അവിടെ ലോഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ഓരോ ക്യാൻവാസിനുകൾക്ക് വേണ്ടി വ്യത്യസ്തമായി തന്നെ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇവിടെ റെസ്പോൺസീവ് എന്ന് പറയുമ്പോൾ ഒരു ഡിസൈനാണ് പല ക്യാൻവാസിലേക്ക് മാറി പോകുന്നത്. മറിച്ച് അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയും പ്രത്യേകം ഡിസൈൻ ചെയ്ത് അത് പ്രത്യേകമായിട്ടാണ് ലോഡ് ചെയ്തതെന്നും ഓർക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ശ്രദ്ധിച്ചോളുക. റെസ്പോൺസീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ലേഔട്ടിനെ പല ക്യാൻവാസിലേക്ക് മാറ്റുന്നു. മറിച്ച് അഡാപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഓരോ ക്യാൻവാസിനും അല്ലെങ്കിൽ ഓരോ ഡിവൈസിനും വേണ്ടിയും പ്രത്യേകം ഡിസൈൻസുകൾ ഉണ്ടാക്കുന്നു. ഇനി അഡാപ്റ്റീവ് ഡിസൈനിന് 1-2 ബെസ്റ്റ് എക്സാമ്പിൾസ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ bestbuy.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. നിങ്ങൾ വെബ്സൈറ്റ് കാണുമ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയും നിങ്ങൾ ഇതേ ഒരു ബെസ്റ്റ് ബൈയുടെ ഒരു പോർട്ടൽ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുകയോ നിങ്ങളുടെ ആപ്പായിട്ട് ലോഡ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലേഔട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ,
നിങ്ങളൊരു വെബ്സൈറ്റിൽ വരുമ്പോൾ ഒരു യൂസറിന് കിട്ടുന്ന എക്സ്പീരിയൻസും ഒരു ഫോണിൽ വരുമ്പോൾ കിട്ടേണ്ടുന്ന എക്സ്പീരിയൻസും ഡിഫറൻ്റ് ആയിട്ട് അതിനു വേണ്ടി മാത്രം പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഫേസ്ബുക്കിന്റെ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിന്റെ ലേഔട്ടും അതിന്റെ ഫോണിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ലേഔട്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് റെസ്പോൺസീവ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല, മറിച്ച് ഓരോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയും പർട്ടിക്കുലർലി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും വ്യത്യസ്തമായ പ്രയോജനങ്ങളും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റെസ്പോൺസീവ് ഡിസൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഒരു ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും അതിനെ കൊണ്ടെത്തിക്കാൻ പറ്റും, പെട്ടെന്ന് കോഡ് ചെയ്യാൻ പറ്റും, വളരെ ചീപ്പായിട്ട് ഇത് ചെയ്യിക്കുന്ന ആൾക്കാർക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറിച്ച് അഡാപ്റ്റീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ ഓരോ ഡിസൈനും ഓരോ രീതിയിൽ ചെയ്യണം, ഓരോ രീതിയിൽ ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും രണ്ടും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റിൽ ഏകദേശം 95% വെബ്സൈറ്റുകളും റെസ്പോൺസീവ് ബിഹേവിയറിനെ ഫോളോ ചെയ്താണ് പോകുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ വളരെ ചീപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ് ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് അത് കോഡ് ചെയ്തെടുക്കാനുള്ള സാധ്യത, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കൂടുതലായിട്ടും റെസ്പോൺസീവ് ഡിസൈൻസ് ആണ് ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടുവരുന്നത്. അഡാപ്റ്റീവ് ഉപയോഗിക്കുന്നുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന നല്ല കുറച്ച് ക്ലയൻസുകൾ ഇപ്പോഴും അഡാപ്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അവർ ഓരോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയും പ്രത്യേകം അതിനു വേണ്ടി തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് യൂസർക്ക് വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ അഡാപ്റ്റീവ് ഡിസൈനിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകളും നിങ്ങൾ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാക്കുകളാണ്. നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു, ഏത് ടെക്നോളജി പ്രയോഗിച്ച് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ദയവേത് നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് തുടങ്ങാവൂ. അപ്പോൾ ഒരു വെബ്സൈറ്റിന്റെ പിന്നിൽ ഈ രണ്ട് വാക്കുകൾ, റെസ്പോൺസീവ് ആണോ അഡാപ്റ്റീവ് ആണോ എന്നുള്ള രണ്ട് വാക്കുകൾ നിങ്ങൾ ഇനി മുതൽ വളരെയേറെ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ ഡിസൈൻസ് പാറ്റേണുകൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തുക. അത് നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ, നിങ്ങളുടെ ഡിസൈൻ ക്വാളിറ്റിയെ വളരെ മുന്നോട്ട്, വളരെ ക്ലാരിറ്റിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡിസൈൻസുകൾക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ലുക്ക് വരാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ്, റെസ്പോൺസീവ് ഡിസൈനിനെ കുറിച്ചും അഡാപ്റ്റീവ് ഡിസൈനിനെ കുറിച്ചും കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ സഹായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ദയവേത് നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ജസ്റ്റ് ഒരു ഡിസൈൻ നിങ്ങൾ ഡ്രിബിളിൽ നിന്നോ ബിഹാൻസിൽ നിന്നോ എടുത്ത് അഡോബ് എക്സ്ഡിയിലോ ഫിഗ്മയിലോ അതുപോലെ ചെയ്യുന്നു എന്നുള്ളതിലല്ല ഒരു വെബ്സൈറ്റ് ഡിസൈനിങ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജികൾ കുറച്ചും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഡിസൈൻസുകൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എനിവേ നമ്മുടെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ദയവേത് നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.